ഹബീബായ നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഉപ്പക്ക് കലിമ ചൊല്ലി കൊടുക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഉപ്പ മുസ്ലിമായി. ഈ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരയുന്നു. ഇത് കണ്ടപ്പോ മഹാനായ ശഫീഉനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? വലിയ സന്തോഷമുള്ള ഒരു സമയല്ലേ? ഇത്രയും വർഷം മുസ്ലിം അല്ലാതെ നിങ്ങൾക്കെതിരായി നിന്ന നിങ്ങളുടെ ഉപ്പ മുസ്ലിമായി എന്ന് കേൾക്കുമ്പോ സന്തോഷിക്കേണ്ടതിന് പകരം നിങ്ങൾ കരയുകയാണോ അബൂബക്കറെ? ഇന്ന് മഹാനായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ ഉപ്പ മുസ്ലിമായി എന്നത് സത്യം തന്നെ. എന്നാൽ എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് അങ്ങയുടെ എളാപ്പയായ അബൂ താലിബായിരുന്നു മുസ്ലിമായിരുന്നു എങ്കിൽ ഞാൻ അങ്ങനെ ആശിച്ചു പോകുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് മറുപടി പറയാൻ. തന്റെ സ്വന്തം ഇഷ്ടത്തെക്കാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നു. നേരത്തെ കെ ഉസ്താദ് പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിനെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കി കൊണ്ടുപോകണമെങ്കിൽ, നാളെ മഹ്ശറയിൽ വിജയിക്കണമെങ്കിൽ ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം അല്ലാതെ മറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഹബീബിനോട് സ്നേഹമില്ലാതെ സ്വർഗീയ ലോകത്തേക്ക് അടുക്കാൻ പോലും നമുക്ക് കഴിയില്ലെന്ന് നമുക്കറിയാം. അല്ലാഹു ആ ഹബീബിനോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറഞ്ഞു നിർത്താൻ. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു വലിയ ആബിദാണ്, വലിയ പണ്ഡിതനാണ്. ഒരൊറ്റ കുഴപ്പമേ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിനുള്ള ഒരുപാട് മുടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. തന്റെ കൂട്ടുകാരായ ആളുകൾ അബൂ മഹ്ദൂറ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, അബൂ മഹ്ദൂറ, നിങ്ങളെ പറ്റി ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേ പുകഴ്ത്തി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് അങ്ങയുടെ ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ അബൂ മഹ്ദൂറ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, വഖദ് മസ്സഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുടിയിലൊന്ന് തടവിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാം. പക്ഷെ എൻ്റെ ഹബീബ് തടവിയ ഈ മുടി വെട്ടിക്കളയാൻ നിങ്ങൾ എന്നോട് കൽപ്പിക്കരുത്, നിങ്ങൾ എന്നോട് പറയരുത്. അതുകൊണ്ട് അത് വെട്ടിക്കളയാൻ എനിക്ക് സാധ്യമല്ല. ഇതിനൊക്കെ മുമ്പിലുള്ളത് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബാണ്, പ്രണയമാണ്. അവരുടെയൊക്കെ കൽബാന്തരങ്ങളിൽ ഹബീബിനോടുള്ള ഇഷ്ക് നിറച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അവര് കൊണ്ടുപോയപ്പോ, അവരുടെ ജീവിതം കൊണ്ട് അവര് നമുക്ക് വഴി കാണിച്ചു തന്നപ്പോ, എങ്ങനെയാണ് ഹബീബിനെ ഇഷ്ടപ്പെടേണ്ടത്, എങ്ങനെയാണ് ഹബീബിനെ നമുക്ക് വരച്ചു കാണിച്ചു തന്നത്, ആ രീതിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മുടെ ജീവിതത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹബീബിന്റെ മീലാദ് ഷരീഫിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവരാണ്. ഹബീബിനെ പറ്റി നമ്മൾ വാതായനങ്ങൾ ഹബീബിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഹബീബിനെ പറ്റി നമ്മുടെ മക്കൾ നമുക്ക് പാടിത്തരാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. നമ്മൾ പഠിച്ചവരാണ്. എന്നാൽ ഈ ഹബീബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും ആ ഹബീബ് പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ ഉപ്പമാരെ നമ്മൾ ആലോചിക്കേണ്ടത്. എത്രയും വർഷം നമ്മൾ ജീവിച്ചു, ഈ വർഷത്തിൽ എത്രമാത്രം മീലാദുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഹബീബിന്റെ മീലാദ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോ ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ
ഏതെങ്കിലും ഒരു മീലാദുൻ നബി നമ്മുടെ ജീവിതത്തിൽ കാരണമായിട്ടുണ്ടോ? അങ്ങനെ ഒരു മീലാദുൻ നബി കാരണമായിട്ടില്ലെങ്കിൽ ഈ മീലാദുൻ നബി അതിനെ ചിന്തിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമ്മിറ്റി മെമ്പർമാരോട് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ ഈ മീലാദ് റബീഇലേക്ക് നേരത്തെ സ്വാഗത സംഘത്തിൽ ഹുബൈബ് ക പറഞ്ഞല്ലോ, ഒരുപാട് ചെലവുകളാണ് ഈ പ്രാവശ്യം ഉള്ളത്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ വേദി ഒരുക്കിയതും ഈ പ്രാവശ്യം നമ്മുടെ പെൺകുട്ടികൾക്കുള്ള മത്സരങ്ങൾ നടത്തിയതൊക്കെ ആയിട്ട് അനുബന്ധമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ ഈ വർഷം മുതൽ നമ്മുടെ മദ്രസയിൽ ഒരുപാട്